റമളാനിന്റെ ഇത്ഖും മിനന്നാർ, നരകമോചനം, അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന അനുഗ്രഹീതമായ 10 ദിവസങ്ങൾ. മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വച്ചത് കാണാം. ആബിദ് എന്ന ഒരടിമയെക്കുറിച്ച്, ഇബാദത്തെടുക്കുന്ന, ഇബാദത്തിലായി കഴിയുന്ന ആബിദ് എന്ന് പറയണമെങ്കിൽ, യഥാർത്ഥത്തിൽ അതിന്റെ പരിപൂർണാർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ ആ മനുഷ്യൻ 1000 മാസം ഇബാദത്തെടുക്കണം. ആബിദ് എന്ന പദത്തിന്റെ പരിധിയിലേക്ക് യഥാർത്ഥത്തിൽ വരണമെങ്കിൽ 1000 മാസം അവൻ ഇബാദത്തിലായി കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവന് ആബിദ് എന്ന് പറയുന്നത്. ചില പേരുകൾ അങ്ങനെയാണല്ലോ, ചില പേരുകൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർക്ക് പേരുണ്ട്. ആരാ അബൂബക്കർ സിദ്ദീഖ്? ഉമർ, അങ്ങനെ കുറെ പേരുകൾ മഹാന്മാർക്ക് നൽകിയ പേരുകളുണ്ട്. ആ പേരുകൾ ചിലപ്പോൾ ഇടാൻ പോലും നമ്മൾക്ക് അർഹത ഉണ്ടാവൂല. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ സ്ഥാനത്താണ് പേരുകളുള്ളത്. ആരിഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞവൻ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹിനെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ വലിയ ഉന്നത പദവിയിലെത്താണ്ട്, കുറെ അങ്ങോട്ട് ഓടാണ്ട്. അപ്പോഴാണ് അവനെ ആരിഫ് എന്ന പേര് പറയുന്നത്. നമ്മളെ കൂട്ടത്തിൽ കുറെ ആരിഫ് ഉണ്ടാവും. അത് സാധാരണ കേവലം ഒരു പേര് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മാനയും കൂടെ ഉദ്ദേശിച്ചിട്ടാകുമ്പോൾ അത് വലിയ വിശാലാർത്ഥത്തിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ആബിദ് എന്ന പേര് വരണമെന്നുണ്ടെങ്കിൽ 1000 മാസം അദ്ദേഹം ഇബാദത്തെടുക്കണം. അപ്പോഴാണ് ആബിദ് എന്ന പേര് യഥാർത്ഥത്തിൽ പറയുന്നത് എന്നാണ്. ഈ ഉമ്മത്തിന് 1000 മാസം ഇബാദത്തിലായി കൂടാനുള്ള പ്രായമല്ല, ഇബാദത്തിൽ മാത്രമായിട്ട് കൂടാനുള്ള പ്രായം ഇല്ല. കാരണം ഇബാദത്തിൽ മാത്രം 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും ഉണ്ടാവും. ഇവിടെ ആകെ കിട്ടുന്ന വയസ്സതാണ്. അതിൽ നിന്ന് വെട്ടിച്ചുരുക്കിയ പിന്നെ ആകെ കുറഞ്ഞത് ഇബാദത്തിന് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞു പോയ ബനൂ ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പ്രായം ഉണ്ടായിരുന്നു. അവർക്ക് അത്രയൊക്കെ വയസ്സ്, ഒരുപാട് വയസ്സുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മാസങ്ങൾ എന്നല്ല, അവര് 100, 200, 300, 950 കൊല്ലം ജീവിച്ചവരൊക്കെ അല്ലേ. അപ്പോ അങ്ങനെ ഒരുപാട് പ്രായം ഉള്ളവര് പഴയ കാലത്ത് ഒരുപാട് ആയുസ് കൊടുത്തിരുന്നു. ബനൂ ഇസ്രായേലിലെ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ദിവസം. ആ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലയിൽ യുദ്ധം ചെയ്ത, 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും സുപരിചിതമാണ് ചരിത്രം, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ഒരാളെ കുറിച്ച്, ശമൂനുൽ ഗാസി അല്ലേ പേര്, ശമൂനുൽ ഗാസി എന്നാണ് അവരുടെ പേര്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ സ്വഹാബത്തിരുന്ന് കരയാണ്. ആരോടായി പറയണേ നോക്കണം. 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ശത്രുവിനോട് പോരാടിയ ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഇസ്രായേൽ കഴിഞ്ഞു പോയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ. അപ്പൊ സ്വഹാബത്ത് കരയാണ്. ആരാ കരയുന്നത്? നമ്മളെ പോലത്തെ ആളുകളല്ല. നമ്മളൊരു യുദ്ധമുഖം പോലും നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് പ്രവാസികളൊക്കെ ഒരു യുദ്ധത്തിന്റെ ചെറിയ ശൈലികളൊക്കെ കാണുന്നത്. അപ്പൊ തന്നെ നമ്മൾ ബേജാറായി അല്ലേ. എന്നാൽ യുദ്ധമുഖങ്ങളെ കണ്ട് പരിചയിച്ച സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1000 മാസം യോദ്ധാവായ ഒരു മനുഷ്യനെ കുറിച്ച് തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബത്തിരുന്ന് കരയാണ്. എന്തിനാ കരയുന്നത്? നമുക്ക് ഇന്നൊരു കരച്ചിലും വരുന്നില്ല. നമ്മളോട് 1000 മാസം പറഞ്ഞിട്ടും കരച്ചിൽ വരുന്നില്ല. ബദർ മുഴുവനും വിശദീകരിച്ചിട്ടും കരച്ചിൽ വരുന്നില്ല. എന്ത്? സ്വഹാബത്ത് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ 1000 മാസം തികക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ അവർക്കുള്ളത്. അവരല്ലാന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് അവര് പോരാടിയവരാ. അവര് കരയാണ്. എന്താ സ്വഹാബത്തെ കരയുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, 1000 മാസം യുദ്ധം ചെയ്തിട്ട് സ്വർഗം വാങ്ങുന്ന ഒരു മനുഷ്യൻ, ഞങ്ങളെ കൊണ്ട് 1000 മാസം ആകെ കുറഞ്ഞ ആയുസേ ഉള്ളൂ.
ഈ 1000 മാസം ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും, ഞങ്ങൾക്ക് എങ്ങനെ പ്രതിഫലം കിട്ടൂലല്ലോ നബിയെ? അത്ര പേരുത്ത് ആയുസ്സില്ലാത്ത ഞങ്ങൾ എങ്ങനെ ഇത്ര ദീർഘമായ ഒരു കാലം അള്ളാഹുവിന് വേണ്ടി പോരാടും? അങ്ങനെ ഒരു ആയുസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പോരാടുമായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞു. അപ്പോഴാണ് സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഇറങ്ങുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. സ്വഹാബ, 1000 മാസം നിങ്ങൾ ജീവിച്ച് 1000 മാസം നിങ്ങൾ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തെടുത്ത ഒരു പ്രതിഫലം ആ ബനു ഇസ്രായേലിലെ മനുഷ്യനേക്കാൾ 1000 മാസം യോദ്ധാവായ ഒരു മനുഷ്യനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു രാത്രി വരുന്നുണ്ട്. അതേതാണ്? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഈ രാത്രിയിൽ നിങ്ങൾ ഇബാദത്തിലായി കൂടി അള്ളാഹുവിന്റെ റിള നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ വലിയ സൗഭാഗ്യം 1000 മാസം ഒരു മനുഷ്യൻ നിന്ന് പോരാടിയതിനേക്കാൾ വലിയ മഹത്വം നിങ്ങൾക്ക് ലഭിക്കും. സ്വഹാബ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഖുർആൻ ഓതി കൊടുക്കുകയാണ്. അപ്പൊ ആബിദ് എന്ന് പറയണമെങ്കിൽ കുറെ കാലം ഇബാദത്ത് എടുക്കണം. അപ്പൊ ഈ സാധാരണ കുറഞ്ഞ വയസ്സുള്ള നമ്മളെ കൂട്ടത്തിൽ ആളുകൾ എങ്ങനെ ആബിദ് എന്ന് പറയും? ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ അവൻ ആബിദായി. ലൈലത്തുൽ ഖദറിലെ ആ രാത്രിയിൽ ഇബാദത്തുമായി കൂടി അള്ളാഹുവിന്റെ റിള അവന് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ആബിദായി എന്നാണ്. അപ്പൊ റമദാനിനെ നമ്മൾ ഫലവത്തായ റമദാനാക്കി മാറ്റണം. റമദാൻ നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. നമ്മൾ നരകവും സ്വർഗവും പഴയ കാലത്തൊക്കെ ഈ പ്രഭാഷണങ്ങളെ വിഷയം എന്തായിരുന്നു പറയും. നമ്മളെ ആളുകളിൽ നിന്ന് കുറെ തഖ്വ കുറഞ്ഞുള്ള ഒരു കാരണം. പഴയ കാലത്തൊക്കെ പ്രഭാഷണങ്ങളെ വിഷയം മരണവും മരണാനന്തര ജീവിതവും, സ്വർഗവും നരകവും, തഖ്വയിലൂന്നിയ ജീവിതം, ഇതൊക്കെ വിഷയങ്ങളാക്കിയിരുന്ന് ജനങ്ങളത് കേട്ടിരുന്നിട്ട് അവരെ മനസ്സിന് വലിയൊരു പരിവർത്തനം വന്നിരുന്നു. നരകത്തിന്റെ ഭയാനകത കാണുമ്പോൾ, കേൾക്കുമ്പോൾ. അതുപോലെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ വരുമ്പോ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ വിഷയങ്ങൾ അങ്ങനെയല്ല. അങ്ങനത്തെ വിഷയങ്ങളൊന്നും ആർക്കും ഇഷ്ടമല്ല. അമേരിക്കയും ഇസ്രായേലും എന്ത് ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയമാണ്, അല്ലേ? ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളാണ് ആളുകൾക്ക് ഇഷ്ടം. ആളുകൾ ജനമനങ്ങളിലേക്ക് തഖ്വയുണ്ടാക്കുന്ന നല്ല നല്ല വിഷയങ്ങളായിരുന്നു പഴയ കാലത്ത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രായമുള്ള ആളുകളുടെ മനസ്സിൽ കൂടുതൽ തഖ്വ വരാനുള്ളൊരു കാരണം. അവരങ്ങനെയുള്ള മജ്ലിസുകളിൽ, പഴയ കാലത്തെ പാതിരാ വഅദുകളിലും മജ്ലിസുകളിലും പങ്കെടുത്തവർ ഇരുന്നവരും ആ അന്നത്തെ ആ കേട്ട ഇൽമിന്റെ അറിവിന്റെ ഒരു ഊർജ്ജാണ് പഴയ കാലത്തെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് പ്രായമായ ആളുകൾ കൂടുതൽ നമ്മളെ മജ്ലിസുകളിൽ ഇരിക്കുന്നത്. അപ്പോ നമ്മൾ ഈ നരകവും സ്വർഗവും അതുപോലെ തന്നെ മരണവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൽബിന് തുരുമ്പ് വരും. വെള്ളം നനഞ്ഞിട്ട് ഇരുമ്പിന് തുരുമ്പ് വരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന് തുരുമ്പ് വരും. ആ തുരുമ്പിനെ രണ്ട് സംഗതിക്ക് മാത്രമേ ഇല്ലാതെയാക്കാൻ കഴിയൂ. അതിലൊന്ന് ഏതാണ്? ദിക്റുൽ മൗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണത്തെ ഓർക്കുക എന്നുള്ളത്. 2 ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ഇത് രണ്ടും ഹൃദയത്തിന് ബാധിച്ച തുരുമ്പിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മരണത്തെ ഓർക്കണം. റമദാൻ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. റമദാൻ വിട പറയാനിരിക്കുമ്പോൾ കുറെ ആളുകൾക്ക് റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച സലാം പറയിട്ട് വത്തപ്പാട്, റമദാൻ അങ്ങോട്ട് പറഞ്ഞേക്കായിട്ട് വത്തപ്പാട്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ല, ഈ വെള്ളിയാഴ്ചയിൽ ഖുതുബിൽ എന്ത് സലാം പറയാത്ത ചില ആളുകൾ മനസ്സിലുണ്ടാവും. വെള്ളിയാഴ്ച സലാം പറയിട്ട് ചില ആളുകൾക്ക് ഭയങ്കര വത്തപ്പാട്. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ഉറപ്പിച്ചോ? ഇല്ലല്ലോ. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ഉറപ്പിച്ചോ നിങ്ങൾ? ഇല്ലല്ലോ. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ഉറപ്പിക്കാത്ത കാലത്തോളം ഈ വെള്ളിയാഴ്ച സലാം പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു അതിഥി പിരിയുമ്പോഴാണ് സലാം പറയേണ്ടത്. ഒരു അതിഥി നമ്മിൽ നിന്ന് പിരിയും. അതിഥിയെ വിളിച്ചു വരുത്തി ഇപ്പൊ എല്ലാവർക്കും മതിയായി. ഇനിയിപ്പോ സലാം പറയിട്ട് വത്തപ്പാടാണ്. സലാം പറയിട്ട് തിരക്കായി പോയി.
ഒരു അതിഥിയെ നമ്മൾ വിളിച്ചു വരുത്തി. ആ അതിഥി പോകുമ്പോൾ വെള്ളിയാഴ്ച വരുമെന്നുണ്ടെങ്കിൽ നാളെയോ ഇന്നോ ആണെങ്കിൽ 29-നോ 30-നോ ഒക്കെ വെള്ളിയാഴ്ച, 5-ാമത്തെ ഒരു വെള്ളിയാഴ്ച വരും. വന്നാൽ സലാം പറയണം. നബാത്തിയ ഖുതുബയുടെ ഏടുകളിലൊക്കെ അങ്ങനെയാണുള്ളത്. 5-ാമത്തെ ഖുതുബയിലാണ്, 5-ാമത്തെ ചില മാസങ്ങളിൽ 5 വെള്ളിയാഴ്ച ഉണ്ടാവും, ചില മാസത്തിൽ 4 ഉണ്ടാവും. 5-ാമത്തെ വെള്ളി വന്നാൽ, റമദാനിൽ 5 വെള്ളി വന്നാൽ ആ വെള്ളിയിൽ സലാം പറയണമെന്ന ഖുതുബന്റെ ഏടുകളിലൊക്കെ ഉള്ളത്. അല്ലാത്ത ദുഃഖം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഖുതുബയിൽ ഇന്ന് സലാം പറയാതിരിക്കാനുള്ള കാരണം അതാണ്. അടുത്ത വെള്ളിയാഴ്ച പെരുന്നാൾ ഉറപ്പിച്ചിട്ടില്ല, ചിലപ്പോൾ ജുമ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം നിലാവ് കാണുന്ന സമയം ആകെ 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളെ കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ സാധ്യത വളരെ കുറവായ സാഹചര്യമാണ്. 20 മിനിറ്റ് മാത്രമാണ് ആ സമയത്ത്. സൂര്യാസ്തമയത്തിന് ശേഷം നിലാവ് ഉണ്ടാവുകയുള്ളൂ. 6:34 അസ്തമയം സൂര്യത്തിന്റെ, ചന്ദ്രന്റേത് 6:54. അങ്ങനെ 2 ചെറിയ വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാണാനുള്ള സാധ്യത കുറവാണ്. ഇനി പെരുന്നാളായതുകൊണ്ട് ആളുകൾ തെരഞ്ഞ് കണ്ടുപിടിച്ചെങ്കിയായി അല്ലേ? അങ്ങനെയുള്ള റമദാൻ ആകുമ്പോൾ ചിലപ്പോൾ കാണാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. പെരുന്നാളാകുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ തെരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കും ആളുകൾ, ഈ റമദാൻ ഇങ്ങനെ പോയിട്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഉള്ള ദിവസങ്ങളിൽ നല്ല ഇബാദത്തിനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹ് പടച്ചവനെ, എനിക്ക് ഈ ഒരു റമദാനിന്റെ അവസാനത്തെ റമദാൻ ആകരുതല്ലോ, ഇനിയും റമദാനുകൾ എനിക്ക് കിട്ടണം. കിട്ടിയ റമദാൻ തന്നെ എനിക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന റമദാൻ ആകണം. അതിനെന്താ ചെയ്യേണ്ടത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം. അവസാനത്തെ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തത്? ഇന്നത്തെ ഖുതുബയിൽ നമ്മളത് പറഞ്ഞു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ സഹധർമ്മിണിയാണ്, ഭാര്യ ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വഅഹ്യ ലൈലഹു വഅയ്ഖള അഹ്ലഹു ഹബീബുനാ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാത്രികളിൽ വരുമ്പോൾ, ആ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശദ്ദ മിഅ്സറഹു, നിസ്കരിക്കാൻ വേണ്ടി അരമുണ്ടൊക്കെ നല്ലപോലെ ഒരുങ്ങി മുറുക്കിയെടുക്കും. നമ്മൾ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ ഒക്കെ ഒന്ന് മുറുക്കിയെടുക്കൂലേ എന്നതുപോലെ ഒരു പ്രയോഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. അതുവരെയുള്ള രാത്രികളിൽ ഇബാദത്ത് കുറവല്ല, പക്ഷെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നുകൂടെ നബി തങ്ങൾ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. വഅഹ്യാ ലൈലഹു, രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്താക്കും. വഅയ്ഖള അഹ്ലഹു, വീട്ടുകാരെ ആയിഷ ബീവി അടക്കമുള്ളവരെ വിളിച്ചുണർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലായി കൂടിയിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോൾ അവസാനത്തെ രാത്രികൾ, ഇനിയിപ്പോ 23-ാമത്തെ നോമ്പ് അല്ലെ, ഇനി 24-ആണ് ഇന്ന് രാവ്, ഇനി 25-ാം രാവ്, ഒറ്റയിട്ട രാവുകൾ 25, 27, 29, 3 ഒറ്റയിട്ട രാവുകൾ. അത് തന്നെ 25-ാം രാവ് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു അഭിപ്രായ പ്രകാരം വ്യാഴാഴ്ച റമദാൻ 1 വന്നാൽ 25-ാം രാവിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അപ്പൊ അത് വിടാൻ പറ്റൂല. 27-ാം രാവ് 40-ലധികം വരുന്ന സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ 27-ന് പ്രാമുഖ്യം കൊടുത്തു. അപ്പൊ അതും വിടാൻ പറ്റൂല. 29-ാം രാവ് തീരെയും വിടാൻ പറ്റൂല. റമദാൻ പോണ പോക്കിൽ അവസാനത്തെ ഒറ്റയിട്ട രാവാണ്. അതുകൊണ്ട് ഒന്നും വിടാൻ മാർഗമില്ല. എല്ലാറ്റിലും നമ്മൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, ഈ റമദാനിൽ നമ്മൾ സദഖ കൊടുക്കുന്നവരാണ്. ഞാൻ കുറച്ച് പറഞ്ഞിട്ട് നിർത്തും, നീട്ടാൻ പറ്റുന്നില്ല. ഈ റമദാനിൽ നമ്മൾ സദഖ ഒരുപാട് കൊടുത്തു. വിശുദ്ധ നോമ്പിനെ കുറിച്ച് കിതാബുകൾ, ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞത്, നോമ്പുകാരന് സുന്നത്തായ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞപ്പോൾ അവിടെ ഖുർആനോദനം എന്ന് പറയുന്നതിന്റെ മുമ്പ് ഫിഖ്ഹിന്റെ കിതാബിൽ മുൻഗണന കൊടുത്തത് ഇക്സാറു സ്വദഖ എന്നാണ്. സ്വദഖ കൊടുക്കണം എന്നല്ല പറഞ്ഞത്, ഇക്സാറു സ്വദഖ, സ്വദഖയെ വർദ്ധിപ്പിക്കണം എന്നാ പറഞ്ഞത്. നോമ്പുകാരന് സുന്നത്തായ അമലുകളെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞപ്പോൾ ഇക്സാറു സ്വദഖതി വഖിറാഅത്തുൽ ഖുർആൻ, എന്നിട്ടാ ഖുർആൻ പാരായണം പറഞ്ഞത്. അപ്പൊ സ്വദഖ ഒന്ന് കൊടുത്ത് നിർത്താൻ പറ്റൂല, കഴിയുന്നത് പോലെ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇക്സാറു സ്വദഖ എന്ന് പറഞ്ഞത് സ്വദഖയെ വർദ്ധിപ്പിക്കണം, ധാരാളം സ്വദഖ കൊടുക്കണം എന്നാണ് നോമ്പുകാരന് സുന്നത്തായ ഒരു അമല് പറഞ്ഞത്.
എന്തിനാണ് ഇത്രയും വലിയ പ്രാധാന്യം സ്വതക്കക്ക് കൊടുത്തത്? സ്വതക്കക്ക് കൊടുത്തത് ഇത്രയും വലിയ പ്രാധാന്യം. ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ ജുമാക്ക് പറഞ്ഞപ്പോ സ്വതക്കകൾ നൽകി, പലപ്പോഴും നൽകാറുണ്ട്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക ആളുകളെ കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. ആ സ്വതക്ക തങ്ങൾ പിരിച്ചു എടുക്കുമായിരുന്നു. തങ്ങൾ ഒരാളോട് സ്വകാര്യമായിട്ട് ഏതെങ്കിലും ഒരാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളോടോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നിങ്ങളോടോ, സിദ്ദീഖുൽ അക്ബർ നിങ്ങളോടോ, ഇങ്ങനെ വലിയ വലിയ വൻകിട മുതലാളിമാരൊക്കെ ഉണ്ടായിരുന്നു. ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞ് സ്വകാര്യ പറഞ്ഞാൽ മതി, സംഗതി നടത്തി കൊടുക്കും. പക്ഷെ തങ്ങൾ എന്താ ചെയ്യാ? സദസ്സിൽ പറഞ്ഞ് എല്ലാവരുടെ അടുത്തുനിന്നും പിരിവെടുക്കും. എന്തിനാണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സ്വതക്കയുടെ പ്രാധാന്യം മഹത്വം എല്ലാവരും മനസ്സിലാക്കണം. രണ്ട്, എല്ലാവരും അതിൽ പങ്കാളികളാകണം. കഴിയുന്നവരൊക്കെ അതിൽ പങ്കാളികളാകണം. ആ സ്വതക്കക്കും പല ആളുകളുടെ വ്യത്യസ്തങ്ങളായ ബറക്കത്തുള്ള പണം അത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിൽ വലിയൊരു ബറക്കത്തുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക എല്ലാ ഘട്ടങ്ങളിലും നല്ലപോലെ തങ്ങൾ സ്വതക്ക ചോദിച്ചിട്ടുണ്ട്, സംഭാവനകൾ ചോദിച്ചിട്ടുണ്ട്, പിരിവെടുത്തിട്ടുണ്ട്. ഈ സ്വതക്കക്ക് വലിയ പ്രതിഫലമുണ്ട്. എത്രയോ എത്രയോ ഹദീസുകളുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖാദിമായി PA ആയി 10 വർഷം തങ്ങളുടെ കൂടെ നടന്ന ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉ ഗളബർ റബ്ബി, അല്ലാഹുവിന്റെ കോപത്തെ അണച്ചു കളയാൻ, അല്ലാഹു നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ സ്വതക്ക കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വതദ്ഫഉ മീതതസ്സൂ, ദുർമരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഇക്സാറു സ്വതക്ക ചെയ്യണം, സ്വതക്ക വല്ലാതെ വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈമാനുള്ള മരണം ലഭിക്കാൻ, നല്ല മരണം ലഭിക്കാൻ കാരണം ഒന്ന് സ്വതക്കയാണ്. അതുകൊണ്ട് സ്വതക്ക കൊടുക്കണം. ചെറിയവരും കൊടുക്കണം, വലിയവരും. വാപ്പ കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ കൊടുക്കണ്ടെന്ന് മകൻ വിചാരിക്കരുത്. എന്റെ മകൻ കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ കൊടുക്കണ്ടെന്ന് വാപ്പയും വിചാരിക്കരുത്. എന്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ട് എന്ന ഞാൻ കൊടുക്കണ്ടെന്ന് ഭാര്യ വിചാരിക്കരുത്. ഭാര്യ കൊടുത്തിട്ടുണ്ട് എന്നാ ഞാൻ കൊടുക്കണ്ടെന്ന് ഭർത്താവും വിചാരിക്കരുത്. എല്ലാവരും എപ്പോഴും അവനവന്റെ തടി കാത്തോളണം. ആഖിറത്തിൽ ഇങ്ങനെ ഓരി വെക്കുമ്പോഴാണ് ആ വിഹിതത്തിൽ ഞാൻ പെട്ടിട്ടില്ലല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് പെടുക. അതുകൊണ്ട് നമ്മൾ ഉള്ളതുപോലെ എല്ലാവരും വലിയ സ്വതക്ക, എല്ലാവർക്കും ഇപ്പൊ 1500 രൂപ 1400 രൂപ വെച്ചിട്ട് മുത്തഅല്ലിമീങ്ങൾ ഡ്രസ്സ് വിൽക്കാരൊന്നും എല്ലാവരെ കൊണ്ടും കഴിയൂല, നമുക്കറിയാം. പക്ഷേ അതല്ലാത്ത മറ്റുള്ള ഇവിടെ പാവങ്ങൾ വരുമ്പോൾ ചികിത്സാ സഹായത്തിന് വരുമ്പോൾ കഴിയുന്നത് പോലെ 10, 5, 20 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സ്വതക്ക കൊടുക്കുക. ഇക്സാറു സ്വതക്ക, ഞാനത് പറയാം. ഇക്സാറു സ്വതക്ക, സ്വതക്ക നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2 മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകും. ഒന്നെന്താണ്? ഈമാൻ കിട്ടി മരിക്കാൻ പറ്റും. നമുക്ക് മരണത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടുക, മോശമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കിട്ടലല്ലേ. അതുകൊണ്ടല്ലേ സ്വഹാബത്ത്, മഹാന്മാരായ സ്വഹാബത്ത് സ്വതക്കക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അസ്സദഖതു തംനഉ 70 ബാബൻ മിനസ്സൂ. ഒരു സ്വതക്ക നിങ്ങൾ ചെയ്താൽ, ഒരു സ്വതക്ക ചെയ്താൽ തംനഉ 70 ബാബൻ മിനസ്സൂ, 70 തിന്മയുടെ കവാടം നിങ്ങൾക്ക് അടക്കപ്പെടും, അതിൽ നിന്ന് നിങ്ങളെ തടയപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അത്രയും തിന്മയിൽ നിന്ന് അല്ലാഹു നമുക്ക് വലിയ ഹിഫ്ള് നൽകുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ നിങ്ങൾ, അതുപോലെ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, അസ്സദഖതു തുത്ഫിഉൽ ഖതിയത കമാ യുത്ഫിഉൽ മാഉൻ നാർ.
തീയിനെ വെള്ളം കെടുത്തിക്കളയുന്നത് പോലെ സ്വതക്ക നിങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ അതുകൊണ്ട് സ്വതക്ക വർദ്ധിപ്പിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കണം, പാവപ്പെട്ട ആളുകളെ സഹായിക്കണം, അതുപോലെ തന്നെ വിധവകളെ സഹായിക്കണം, അഗതികൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം. ഇങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പകുതി സമരം ചെയ്തവനെ പോലെയാണെന്ന് മുത്ത് റസൂലുള്ളാഹി. അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആളുകളെ, വിധവകളായ ആളുകളെ, അഗതികളായ ആളുകളെ ഒരാള് സഹായിച്ചാൽ അവരാരെ പോലെയാണെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരി പറയാണ്, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ഒരാളെ പോലെയാണ്. എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട്! സ്വതക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മാ നഖസത് സ്വദഖത്തും മിൻ മാൽ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, സ്വതക്ക നൽകുന്നത് കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോവുകയില്ല. സ്വതക്ക കൊടുത്താൽ കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ടോ? ഇല്ല, അങ്ങനെ പേടിച്ചു പോകേണ്ടതില്ല. ഒന്നിന് ഇരട്ടി 10 ഇരട്ടി കിട്ടുന്ന ബിസിനസ് വേറെ ഇല്ല സ്വതക്കയെ പോലെ. ആ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോകുന്നില്ല എന്ന് പറയുന്നത് ആരാണ്? സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജിഹാദ് ചെയ്യുന്ന ആളെ പോലെയാണ്, അവന്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. സ്വതക്ക നൽകിയാൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നില്ല. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹദീസുകൾ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി പറയാൻ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ആ മഹാന്മാരുടെ ജീവിതത്തിലെ ചരിത്രങ്ങൾ, സ്വഹാബത്തിന്റെ ചരിത്രം ഒന്നാമതായി നമ്മൾ നോക്കൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിന്റെ സമയമാണ്. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്വഹാബത്തിനോടും അവരുടെ സമ്പത്തുകൾ കൊണ്ടുവരാൻ, സ്വതക്കകൾ കൊണ്ടുവരാൻ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി, വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, അല്ലയോ സിദ്ദീഖേ, നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ എന്താണ് ബാക്കി വെച്ചത്? വീട്ടിൽ പോയിട്ട് എല്ലാം ഇങ്ങനെ വാരി വലിച്ചു കൊണ്ടുവരാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, എന്താ സിദ്ദീഖേ നിങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത്? ജഅതു ബികുല്ലി മാ ഇൻദി അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലുഹു. ഞാൻ എന്റെ വീട്ടിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. എന്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഇടയിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും വിശ്വാസമല്ലാതെ വേറെ ഒന്നും എന്റെ വീട്ടിൽ ബാക്കിയില്ല നബിയേ. വജിഅതു ബികുല്ലി മാ ഇൻദി, എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാണ്. ആ ഒന്നാമത്തെ ഖലീഫ നമുക്ക് മാതൃകയായത് അങ്ങനെയാണ്. സ്വതക്ക കൊടുത്തു, എല്ലാം കൊടുത്തു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഞാൻ എല്ലാ പ്രസംഗത്തിലും മിക്ക പ്രസംഗത്തിലും പറയുന്ന ഒരു സംഭവമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണത്. ബൈറുഹ എന്ന് പറയുന്നൊരു തോട്ടമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയുടെ ചാരെ. ആർക്ക്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ബൈറുഹ എന്നാണ് ആ തോട്ടത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു സിറ്റി സെന്ററിലുള്ള ഒരു സ്ഥലം പോലെ അന്നത്തെ ഏറ്റവും നോട്ടമുള്ള സ്ഥലമാണല്ലോ മദീനത്തെ പള്ളി. ആളുകൾ വരും, തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്.
അന്ന് മുതലേ അങ്ങനെയാണല്ലോ. മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബൈറുഹ എന്ന് പറയുന്ന ഈന്തപ്പനത്തോട്ടം. ഇന്നതൊക്കെ നേരത്തെ, ഇന്നൊക്കെ അവിടെ പള്ളി വികസനമൊക്കെ ആയല്ലോ. അന്നത്തെ പള്ളിയുടെ ചാര ആ ബൈറുഹ എന്ന് പറയുന്ന തോട്ടം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ് ഓണർ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ആ തോട്ടം ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമാകാനുള്ള കാരണം വേറെയും കുറെ സ്ഥലങ്ങളൊക്കെ അബൂ ത്വൽഹ തങ്ങൾക്കുണ്ട്, പക്ഷെ ഈ സ്ഥലത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ ഒരു കിണറുണ്ട്, ഈ തോട്ടത്തിൽ ഒരു കിണറുണ്ട്. ആ കിണറിലേക്ക് വെള്ളം കുടിക്കാൻ മദീനത്തെ പള്ളിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് വന്നാൽ വെള്ളം കുടിക്കാൻ ഈ കിണറിലേക്കാണ് വരിക. അപ്പൊ തങ്ങൾ എപ്പോഴും വന്ന് കയറി ഇറങ്ങുന്ന ഒരു സ്ഥലവും ആ തങ്ങൾ വെള്ളം കുടിക്കുന്ന കിണറൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അബൂ ത്വൽഹ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമാണ് ഈ സ്ഥലം. അത്രയും ഇഷ്ടമാണ്. മുത്തുനബി തങ്ങൾ എപ്പോഴും വന്നു പോകുന്നൊരു സ്ഥലമല്ലേ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഇഷ്ടപ്പെട്ട സ്ഥലം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഖുർആനിന്റെ ആയത്തിറങ്ങുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്തിനെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെലവഴിക്കാതെ പൂഴ്ത്തിവെപ്പ് നടത്തിയാൽ അല്ലാഹു നിങ്ങളെ അമലുകളൊന്നും സ്വീകരിക്കൂല, എല്ലാം നിഷ്ഫലമായി പോകുമെന്ന് ഖുർആൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഈ ആയത്ത് ഇറങ്ങിയപ്പാണ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, എന്റെ തോട്ടുണ്ട് മദീനത്തെ പള്ളിന്റെ അടുത്ത്, ഏറ്റവും വിലപിടിപ്പുള്ള തോട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടാണ്, അത് ഞാൻ തങ്ങൾക്ക് തരാം, ദീനിന് വേണ്ടി ചെലവഴിക്കാൻ തങ്ങൾക്ക് ഞാൻ തരാം, അങ്ങോട്ട് കൊടുത്തു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ ത്വൽഹ ഇങ്ങനെ? അപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയില്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ സ്വതക്ക കൊടുക്കണം, ദാനധർമ്മങ്ങൾ നൽകണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകുമെന്ന ആശയമുള്ള ആയത്തിറങ്ങിയില്ലേ നബിയെ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദീനത്തെ പള്ളിന്റെ അടുത്തുള്ള സ്ഥലം ഉണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ തങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കൊടുത്തു. പുതിയ വാച്ച് കിട്ടുമ്പോൾ പഴയ വാച്ച് അനിയന്, അങ്ങനല്ലേ? നമുക്ക് പുതിയ മൊബൈൽ കിട്ടിയപ്പോൾ പഴയ മൊബൈൽ ഉമ്മാക്ക്, അല്ലെ? പുതിയ ഫോൺ നമ്മൾക്ക് കിട്ടിയപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫോണ് ഭാര്യക്ക്. അങ്ങനെയല്ല, ഭാര്യക്ക് നല്ലൊരു ഫോൺ മേടിച്ചു കൊടുക്കണം, ഉമ്മാക്ക് നല്ല ഫോൺ മേടിച്ചു കൊടുക്കണം, നല്ലത് കൊടുക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കണം, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കണ ഫോണ് വലിച്ചെറിയണം എന്നല്ല കേട്ടോ, അതാർക്കെങ്കിലും കൊടുക്കാം, എന്നാലും അത് മാത്രം ശീലാക്കി മാറ്റരുത്. ഉദാഹരണം പറഞ്ഞതാണ്, നമ്മൾക്കൊരു പുതിയ സാധനം കിട്ടുമ്പോൾ നമ്മൾ അതുവരെ ഉപയോഗിച്ച പഴയത് കൊടുക്കുക എന്നുള്ള ശീലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഒരു സ്വഹാബി മരിക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്നു, ഞാൻ അറബിയിലാണ് പറഞ്ഞത്, ഞാൻ മലയാളം പറയാം, ഞാനാ എല്ലാ ദിവസവും ഞാനത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. 3 വാക്കുകളാ പറഞ്ഞത് സ്വഹാബി മരിക്കുമ്പോ. എല്ലാ ദിവസവും ഞാനത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഒന്നതാണ്. രണ്ടാമത് പറഞ്ഞത്, ഞാൻ ആ പുതിയത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മൂന്നാമത്തേത് പറഞ്ഞത്, ഞാനത് മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. 3 സംഭവം പറഞ്ഞു. പക്ഷെ ചുറ്റും കൂടി നിന്ന സ്വഹാബത്തിന് കാര്യമൊന്നും പിടികിട്ടിയില്ല. സ്വഹാബി വഫാത്തിന്റെ സമയത്ത്, മരണത്തിന്റെ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ സ്വഹാബത്തിന്റെ മനസ്സിൽ ഒരു ചർച്ചയായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവര് മരണ വാർത്ത അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പല കാരണങ്ങളാകാം, തങ്ങൾ ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് വിദൂരത്തുള്ള സ്വഹാബി ആയിരിക്കാം, പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ കാര്യം അറിയിച്ചില്ല. ഒരു ദിവസം തങ്ങൾക്ക് അല്ലാഹു ഇത് അറിയിച്ചു കൊടുത്തു. ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് ഈ 3 ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളത് തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു. തങ്ങളൊരു ദിവസം ജമാഅത്ത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇന്ന ആളവിടെ പോയി എന്ന് വെച്ചു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ,
ആള് വഫാത്തായിപ്പോയി, ഞങ്ങൾ പറയാൻ വൈകിപ്പോയതാണ്, ആള് വഫാത്തായിപ്പോയി. വഫാത്തായല്ലെന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല തങ്ങളത്. ഈ 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ ഈ സ്വഹാബി വഫാത്താകുന്ന സമയത്ത്. അതിനു വേണ്ടി, അതിന്റെ ആശയം സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ ഈ ചോദ്യം. തങ്ങൾ ചോദിച്ചു, ആ സ്വഹാബി വഫാത്താകുന്ന സമയത്ത് വല്ലതും പറഞ്ഞിരുന്നോ? ആ സ്വഹാബി വഫാത്താകുന്ന സമയത്ത് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ആ, പറഞ്ഞിരുന്നു. ഞങ്ങളെ മനസ്സിലൊക്കെ അലട്ടുകയാണ് ആ ചോദ്യം. ഞങ്ങൾ തങ്ങളോട് ചോദിക്കാൻ നിൽക്കുകയാണ്, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. 3 കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞു? 1, ഞാൻ എല്ലാ ദിവസവും അത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് പറഞ്ഞത്. 2-മത്തത്, ഞാൻ പുതിയത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാ പറഞ്ഞത്. 3-മത്തത്, ഞാൻ അത് മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനാണ്. ഈ 3 സംഗതി ആ സ്വഹാബി വഫാത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 1-മതായി ആ സ്വഹാബി പറഞ്ഞത്, ഞാൻ എല്ലാ ദിവസവും പതിവായി അത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ അമലെന്താണ് എന്നല്ലേ? ആ സ്വഹാബി ഒരു ദിവസം വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ അന്ധനായ ഒരു മനുഷ്യൻ നിൽക്കുന്നു, കണ്ണു കാണാത്ത ഒരാൾ. അയാള് പള്ളിയിലേക്ക് വഴി അറിയാതെ നിൽക്കുകയാണ്. അയാളെ കൈപിടിച്ച് അന്നത്തെ ദിവസം ഞാൻ ആ വഴിയിലൂടെ കൊണ്ടുപോയി പള്ളിയുടെ ഉമ്മറപ്പടി കയറ്റി പള്ളിയുടെ അകത്താക്കി കൊടുത്തു. ആ ഒരു ചെയ്ത നല്ല ഒരു സൽക്കർമ്മത്തിന്റെ പ്രതിഫലം ഈ സ്വഹാബി ഇങ്ങനെ മരണസമയത്ത് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ആ പ്രതിഫലത്തെ. അപ്പൊ ഈ സ്വഹാബി ഇങ്ങനെ വിളിച്ചു പറയാണ്, എല്ലാ ദിവസവും ഞാൻ ആ കണ്ണു കാണാത്ത മനുഷ്യനെ പള്ളിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരു പ്രാവശ്യം ഒരു അന്ധനായ മനുഷ്യനെ, അല്ലെ, കണ്ണു കാണാത്ത മനുഷ്യനെ അങ്ങാടിയിൽ നിന്ന് റോഡൊന്ന് വിലങ്ങ് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷെയ്മേഡാണ്, അല്ലെ, നമ്മൾ ഇൻഷേഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഗെറ്റപ്പിലായിരിക്കും. ആ മനുഷ്യനൊരു വടി ഉണ്ടാവും, ഒരു ഭാണ്ഡം അദ്ദേഹത്തിന്റെ കയ്യിലും. കണ്ണ് കാണാതെ ഇങ്ങനെ തപ്പി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെന്ന് കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ജനങ്ങളുടെ അഭിമാനക്കുറവ്, അല്ലേ? നമുക്ക് അഭിമാനക്കുറവ്. കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ ട്രെയിനിലേക്ക് കയറുമ്പോൾ സഹായിക്കാൻ, ട്രെയിനിലൂടെ തപ്പിപ്പിടിച്ചു വരുന്ന മനുഷ്യനെ ഒരിടം കാണിച്ച് അദ്ദേഹത്തിന് വഴിയൊന്ന് തെളിച്ചു കൊടുക്കാൻ, അങ്ങാടികളിൽ നിൽക്കുമ്പോൾ തപ്പി വരുന്ന മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനം എന്ത് എന്ന് ചോദിച്ച് അങ്ങോട്ടൊന്ന് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ നെവർ മൈൻഡാണ്. ഒന്നും ഇല്ലാത്ത ആളുകളാണ്. നമ്മളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡാണ്, അല്ലെ? സ്റ്റാൻഡേർഡിനാണ് എപ്പോഴും വില കാണിക്കുന്നത്. ഈ സ്വഹാബി വഫാത്തിന്റെ സമയത്ത് ഒരൊറ്റ ദിവസം പള്ളിയിലേക്ക് കണ്ണു കാണാത്തൊരു മനുഷ്യൻ എത്തിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം ഇതായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾ, നമ്മെപ്പോലെ ഇല്ലാത്ത പരിധികളും പരിമിതികളുമുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പരിഗണിക്കണം. അതിന് വലിയ പ്രതിഫലമുണ്ട്. നമുക്ക് അല്ലാഹു കണ്ണ് തന്നിട്ടുണ്ട്. കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലൂടെ തപ്പിപ്പിടിച്ച് നടക്കുമ്പോ, അല്ലാ, എനിക്ക് എന്റെ റബ്ബ് കണ്ണ് തന്നിട്ടുണ്ടല്ലോ, കണ്ണില്ലാത്തൊരു മനുഷ്യനല്ല പോകുന്നത് എന്ന് അദ്ദേഹത്തെ കൈ പിടിച്ചിട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം. എനിക്ക് അല്ലാഹു 2 കാല് തന്നിട്ടുണ്ടല്ലോ, കാലിന് സ്വാധീനം ഇല്ലാത്തൊരു മനുഷ്യൻ വാഹനത്തിൽ ഇരുന്നിട്ട് ആ കടയിൽ നിന്നൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്, ഓടിച്ചെന്നിട്ട് അത് ചെയ്തു കൊടുക്കണം. അള്ളാഹു എനിക്കൊരു നിഅമത്ത് തന്നിട്ട് ആ നിഅമത്ത് ഇല്ലാത്തൊരു മനുഷ്യൻ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടുള്ള അങ്ങനെ ചോദിക്കണം. ഒരർത്ഥത്തിൽ, എടാ അനക്ക് തന്നു, എനിക്ക് കൊടുത്തില്ല, പഠിക്ക്, നീ ഇതിന്റെ എന്റെ നിഅമത്തിന്റെ വില മനസ്സിലാക്കി അള്ളാഹ് പഠിപ്പിക്കാണ്. അപ്പോഴും നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡാണ്, അല്ലേ? അപ്പോഴും ആ നിഅമത്തിന്റെ വില മനസ്സിലാക്കില്ല. നമ്മൾ സ്റ്റാൻഡേർഡാ നോക്കുന്നത്. അള്ളാഹു നമ്മുടെ നിഅമത്ത്, നമ്മുടെ അത്ര നിഅമത്തില്ലാത്തൊരു മനുഷ്യനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അള്ളാഹ് നമ്മോട് ഒരർത്ഥത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, എടാ നീ 2 കാലിൽ നടക്കുന്നു, നിനക്ക് 2 കണ്ണ് ഞാൻ തന്നിട്ടുണ്ട്, 2 കണ്ണില്ലാത്ത, കാഴ്ചയില്ലാത്ത, കാലില്ലാത്ത വികലാംഗനായ ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ മനുഷ്യന് വേണ്ടൊരു സഹായം കൊടുക്കാൻ പോലുള്ള മനസ്താപം നിന്റെ മനസ്സിന് വന്നിട്ടില്ലെങ്കിൽ നീ എത്ര ധിക്കാരിയാണ്? അള്ളാന്റെ ചോദ്യമാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിച്ച റബ്ബ് നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിടുമ്പോ നെവർ മൈൻഡാക്കി വിടാണ്. ഇന്നീ കണ്ണ് തന്ന റബ്ബിന് നാളെ കണ്ണ് ഊരിയെടുക്കാൻ പറ്റും. ഇന്ന് കണ്ണും കാഴ്ചയും തന്ന റബ്ബിനെ നാളെ തപ്പിപ്പിടിച്ച് നമ്മയും നടത്താൻ ഒരു പ്രയാസമില്ല. 2 കാലിലും നമ്മൾ നടക്കുന്നുണ്ട്.
നാളെ വീൽ ചെയറിൽ നമ്മളെ തള്ളിക്കൊണ്ടുവരാൻ പാകപ്പെടുത്താൻ അള്ളാഹുവിന് ഒരു പ്രയാസമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവനെ അറിയണം. പാവപ്പെട്ടവനെ, നിഅമത്തുകൾ അല്ലാഹു നഷ്ടപ്പെടുത്തിയവനെ, അവനെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവന് കൊടുക്കുന്ന സ്വതക്കയിൽപ്പെട്ടതാണ്, ആരോഗ്യത്തിന്റെ സ്വതക്കയാണത്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതടക്കം സ്വതക്കയാണ്. ഹബീബുനാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളത് പോലും സ്വതക്കയാണ്. എന്താ അതിന് പണിയുള്ളത്? ഇളിയല്ല, അതിന് ഇളി എന്ന് പറയാം. ചിരി വേറെയാണ്, ഇളി വേറെയാണ് അല്ലെ. ഒരാളെ പരിഹസിക്കാൻ വേണ്ടിട്ട് ഇളി ഉണ്ടാവും, അതല്ല. ചിരിക്കണം, ചിരി മനസ്സിൽ നിന്ന് വരണം. ചില ആളുകളെ മനസ്സിൽ ചിരിയൊന്നും ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ചിരിക്കാൻ അറിയൂല. അങ്ങനെയുണ്ട് ചില ആളുകൾ അല്ലെ. സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും ഒന്ന് ചിരിച്ച് സലാം പറയാം. അപ്പൊ രണ്ട് കാര്യം, സലാം പറഞ്ഞ കൂലിയും കിട്ടി, സ്വതക്ക കൊടുത്ത കൂലിയും കിട്ടി. ചിരിച്ചതിൽ അപ്പൊ ഒരു ചിരി, തബസ്സുമു സ്വതക്ക എന്നാണ്. ചെറിയൊരു പുഞ്ചിരി, അത് മതി സ്വതക്കയുടെ കൂലി കിട്ടാനെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിന്റെ, ആ സ്വഹാബിയുടെ മരണപ്പെടുന്ന സമയത്ത് ഒന്നാമത്തെ കാരണം വിശദീകരിച്ചു. രണ്ടാമത് ആ സ്വഹാബി വിളിച്ചു പറഞ്ഞത് എന്താണ്? ഞാൻ പുതിയത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ആ നല്ലത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വഹാബത്തിനോട് ചോദിച്ചു, നബി തങ്ങൾ എന്താണ് നിങ്ങൾക്കത് വല്ല പിടിയും കിട്ടിയോ? ഇല്ല നബി, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. തങ്ങൾ പറയാണ്, ആ വഫാത്തായ സ്വഹാബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരാൾ കിടക്കുന്നുണ്ട്, വസ്ത്രമില്ലാതെ നഗ്നനാണ് അദ്ദേഹം. ഓർമ്മയും ബുദ്ധിയൊന്നും ഉണ്ടാകൂല. ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് അങ്ങാടികളിൽ ഔറത്ത് വെളിവാക്കി കിടക്കുന്നവർ, നടക്കുന്നവരൊക്കെ. അങ്ങനെ വസ്ത്രമില്ലാത്ത ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ സ്വഹാബി അന്ന് ഒരു ഉടുമുണ്ടെടുത്തിട്ടുണ്ട്, ഒരു മേലിൽ ഒരു ഒരു ഷാളുമുണ്ട്. അന്ന് അങ്ങനെയാണല്ലോ, നമ്മളെ പോലെ ചിലപ്പോ കുപ്പായൊന്നും അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോ ഒരു ഷാളുണ്ട്, ഒരു ഉടുമുണ്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് സ്വഹാബി ഇങ്ങനെ പോകുമ്പോ റോഡ് സൈഡിൽ, വഴിയായിരിക്കും, റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ വഴിയായിരിക്കും, ഒരാളെ കണ്ടു. അദ്ദേഹത്തിന് ഔറത്ത് മറക്കാൻ തുണി കൊടുക്കണം. ഈ സ്വഹാബി നേരെ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്തു? തോളിൽ ഇട്ട ഈ തുണി പുതിയതാ, ഉടുമുണ്ട് കുറച്ച് മുമ്പുള്ള തന്നെ, ഉള്ളതിൽ പുതിയത് ഈ ഷാളാണ്. അപ്പൊ ഈ സ്വഹാബി എന്ത് ചെയ്തു? ഏതായാലും അപ്പൊ ഈ മുണ്ടുകൾ എടുത്തിട്ട് എടുത്ത മുണ്ടാൻ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോ അതിന്റെ പവിത്രതകളൊക്കെ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. സ്വഹാബത്ത് അങ്ങനെ മോശക്കാരാന്ന് മനസ്സിലാക്കരുത്. കാരണം ഈ സ്വഹാബിയുടെ ജീവിതത്തിൽ ഒരു പാഠം ഒരു കൂട്ടം സ്വഹാബത്തിന് മദീനത്തെ പള്ളിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ പാഠം പഠിപ്പിക്കാൻ ഇരയായത് ഈ സ്വഹാബിയാണ്. അതുകൊണ്ട് ഈ സ്വഹാബിക്ക് ചിലപ്പോ ആ സമയത്ത് അത്രയും അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകൂല. അതുകൊണ്ടാണ്, അല്ല സ്വഹാബത്ത് മോശക്കാരല്ല. അപ്പൊ ഈ പുതിയ തുണി എടുത്തിട്ട് പഴയ തുണി കൊടുത്തു. എന്നാലും കൊടുത്തു, നമ്മളാണേ കൊടുക്കോ, എന്റെ അടുത്ത് ആകെ ഒരു തുണി, ഒരു കുപ്പായം ഉണ്ടെങ്കിൽ ഓനിക്ക് കൊടുക്കാന്ന് പറയും അല്ലെ. അങ്ങനെ പറയാ, ഇതങ്ങനല്ല, ഉള്ളതെന്ന് ഒന്ന് കൊടുത്തു, അൽഹംദുലില്ലാ. അപ്പൊ ഈ സ്വഹാബി ഈ ഒരു ചെറിയ തുണി കൊടുത്തത്, പഴയ തുണി കൊടുത്തതിന്റെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ സ്വഹാബി വിളിച്ചു പറയാണ് മരണ സമയത്ത്, പഠിച്ചവനെ, ഞാൻ ആ പുതിയത് നല്ലത് കൊടുത്തിരുന്നെങ്കിൽ, ഇത്രയധികം എനിക്ക് ഈ പഴയത് കൊടുത്തിട്ട് കിട്ടിയെങ്കിൽ, ഞാൻ ആ പുതിയത് കൊടുത്തിരുന്നെങ്കിൽ എത്ര എനിക്ക് സമ്പാദിക്കാമായിരുന്നു എന്ന സ്വഹാബി ഇങ്ങനെ വിളിച്ചു പറയാൻ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് കൊടുക്കുന്നതിന്റെ പ്രതിഫലം എത്രയോ ഉണ്ട്. മൂന്നാമതായി ഞാൻ ചുരുക്കി പറയാം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൂന്നാമതൊരു കാര്യം കൂടെ സ്വഹാബി വിളിച്ചു പറഞ്ഞില്ലേ? അതെ, എന്താണത്? അത് ഞാനത് മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്നാ. മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ. അപ്പൊ എന്താണ് സംഭവം? ഈ സ്വഹാബി ഒരു ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് വല്ലാതെ വിശന്ന് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോ ഭാര്യയോട് ചോദിച്ചു, മളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ കുറച്ച് മാവ് മാത്രമുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് ചെറിയ റൊട്ടി, ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തിന്നാണ് വീട്ടിലിരുന്നിട്ട്. ഈ സ്വഹാബി നല്ല വിശപ്പുണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് വേഗം തിന്നുന്ന സമയത്താണ് വാതിൽ മുട്ടുന്ന ഒരാൾ വന്നിട്ട്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? പത്തിരി തിന്ന് പകുതിയായിട്ടുള്ളൂ, അപ്പോഴാണ് വാതിൽ മുട്ടുന്നത്. ഉള്ള പത്തിരി വേഗം കൊണ്ടിട്ട് എവിടെയും പൂത്തി വെക്കും, എന്നിട്ട് പോയിട്ട് വാതിൽ തുറക്കും അല്ലേ? അങ്ങനല്ല. അല്ലെ, നമുക്കൊരു ഡയലോഗുണ്ട്, കൊടുക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ തിരക്കേടില്ല അല്ലേ? ഒരു ഡയലോഗുണ്ട്, കൊടുക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ തിരക്കേടില്ല. ഇപ്പൊ ഒരു മനുഷ്യർ കൊടുക്കാൻ വേണ്ടിയില്ല, അപ്പൊ എന്നാ പിന്നെ അതെവിടെയും കൊണ്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം പോയിട്ട് വാതിൽ തുറക്കും.
അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണവരെ വാതിൽ തുറക്കൂല. ഈ രണ്ട് സ്വഭാവം ഉണ്ടാവാം. പക്ഷെ ഈ സ്വഹാബി എന്ത് ചെയ്തെന്നറിയോ? കഴിച്ച പത്തിരി കയ്യിലുണ്ടല്ലോ, അത് പകുതിയായി കഴിച്ചിട്ട് വാതിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് എന്താ പറയണേ അറിയോ? വിശക്കുന്നുണ്ട്, വല്ലതും ഉണ്ടോന്നാ ചോദിക്കണത്. യാ അല്ലാ, കയ്യിലുള്ള പത്തിരി എന്നൊരു പീസ് ഇങ്ങോട്ട് മുറിച്ചിട്ട് പകുതി കൊടുത്തപ്പോ ആ പകുതി കൊടുത്തതുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഈ സ്വഹാബി വിളിച്ചു പറയും, ഞാനെന്നാ പത്തിരി മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ നിങ്ങൾ, മൂന്ന് രീതിയിലുള്ള സ്വതക്കയാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന്, നമ്മള് ഭക്ഷണം കൊടുത്തത്. ഇതേ സമാനമായ ഒരു സംഭവം വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. ആ ആയത്തിറങ്ങാനുള്ള കാര്യം അലി റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബത്തിന്റെയും വയുത്ഇമൂന അത്തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വഅസീറ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. പരിപൂർണമായ ഭാഗം ഓർക്കണമെന്നില്ല. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ആ ആയത്തിറങ്ങാനുള്ള കാരണം ഇഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണം നൽകിയവർ. അലി റളിയല്ലാഹുവിന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് ആയത്തന്നെ ഇറങ്ങിയത്. അതിന്റെ തഫ്സീറിൽ കാണാം. എന്റെ കാരണം, അലി റളിയല്ലാഹു രാത്രി വന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് മാവുണ്ടായി, അതൊക്കെ കൂടി കൂട്ടിക്കുവച്ച് അപ്പം ചുട്ടുണ്ടാക്കിയപ്പോഴേക്ക് വെന്ത് വന്നപ്പോഴേക്കിന് അതാ ഒരു മിസ്കീന് വരികയാണ്. മിസ്കീൻ വന്നപ്പോ അത് മൂപ്പർക്ക് കൊടുത്തു. പിന്നെ കുറച്ചിനപ്പോ വേറൊരാള് വരികയാണ്. അപ്പൊ ആ കുറച്ചിനപ്പോ അതും മൂപ്പർക്ക് കൊടുത്തു. മൂന്നാമത്തെ സമയത്തും ഇത് വേവിച്ചുണ്ടാക്കിയ വെന്തു വന്നപ്പോഴേക്കിന് അപ്പോഴൊക്കെതാ യുദ്ധത്തിൽ ചെറ പിടിച്ചുകൊണ്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മുശ്രിക്കായ മനുഷ്യൻ വരുന്നു. വിശക്കുണ്ട്, എന്തെങ്കിലും തരുമെന്ന് വെച്ചു. യാ അല്ലാഹ്, അത് മൂപ്പർക്കും കൊടുത്തു. ഉടനെ ആയത്തിറങ്ങി എന്തേ ആ ആയത്ത് എന്തിനാണ് അവിടെ ഖുർആനിൽ അവിടെ വന്നതെന്നറിയോ? സ്വർഗത്തിലെ വലിയ പരവതാനിയിൽ കിടക്കുന്ന ആളുകൾ ആര് എന്നതിന്റെ മറുപടിയായിട്ട് പറയണം അല്ലാഹു. സ്വർഗത്തിലേക്ക് പരമോന്നതരായി കടന്നു പോകുന്ന ആളുകളുടെ കർമ്മങ്ങൾ എണ്ണി പറയാണ്. അതിൽപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞത് എന്ന ആയത്ത് അല്ലാഹു പറയുന്നത്. അപ്പൊ ഈ സ്വദഖന്റെ പവർ നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വദഖക്ക് ഒരുപാട് മഹത്വവും പവറുമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ നമ്മൾ ആ സ്വദഖകളെ നല്ലപോലെ ധാരാളം വർദ്ധിപ്പിക്കണം. അല്ലാഹു നമ്മൾ നൽകിയ സ്വദഖകളെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മഹാനരായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? വലിയ മഹാനായിരുന്നു. ആ മഹാനവറുകൾ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നല്ലപോലെ സ്വതക്ക കൊടുക്കും. നല്ല സമ്പാദ്യമുള്ള ആളായിരുന്നു. സമ്പാദ്യത്തിൽ നിന്ന് ഒരു ദിവസം 360 പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യും. ഒരു ദിവസം 360 പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഒരു സ്ത്രീ വരുന്നു. ആ മഹാനവരുടെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, കുറച്ച് തേന് തരുമോ എന്ന് ചോദിച്ചു. കുറച്ച് തേന് തരുമോ എന്ന് ചോദിച്ചു. തേന് തരുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നറിയോ? കുറച്ചധികം തേൻ കൊടുത്തു, കുറെ തേന് കൊടുത്തു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ നിങ്ങൾ ഇത്ര അധികം? ആ സ്ത്രീ ഒരു കുറച്ച് തേനാ ചോദിച്ചു. നിങ്ങൾ എന്തിനാ വളരെ കൂടുതൽ കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോ മഹാനവറുകൾ മറുപടി പറയുന്നു, ആ സ്ത്രീ അവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു, ഞാൻ എന്നെ കൊണ്ട് ആവുന്നത് പോലെ കൊടുത്തു. അവരവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു, ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ അവരെ സഹായിച്ചു എന്നാണ് മഹാനരായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സിയറു അലാമുൻ നുബല എന്ന ഗ്രന്ഥത്തിൽ സംഭവം കാണാം. ഇങ്ങനെ സ്വദഖയെ കുറിച്ച് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ 10-17 ചരിത്രം എന്റെ അടുത്തതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോ പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിനെ നമ്മൾ നല്ല പോലെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. മഹാന്മാരായ ഇമാമിയങ്ങളും സ്വഹാബത്തും എല്ലാ മുൻകാല നേതാക്കളും സ്വദഖകൾ കൊണ്ട് ധാരാളം അവര് വില കൊടുത്തിട്ടാണ് സ്വർഗം വാങ്ങിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിർ റൂമ വാങ്ങിക്കൊടുത്തത് ജൂതന്റെ കയ്യിൽ നിന്ന്. വെള്ളമില്ല മദീനത്ത്, വെള്ളമില്ലാതെ വന്നപ്പോ
ആ കിണറ്റിൽ മാത്രമാണ് നല്ല വെള്ളമുള്ളത്. അപ്പൊ അവിടെ അന്നത്തെ ആ ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലാണുള്ള കിണറുള്ളത്. അയാളൊരു ഐഡിയ വിചാരിച്ചു, ഈ വെള്ളം എല്ലാ ദിവസവും വിൽപ്പന നടത്താനാണ്, ഇവിടെ മാത്രമേ കിണറുള്ളൂ. അയാൾ നല്ല കച്ചവട. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് എല്ലാവരും ഇവിടെ വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് നമുക്ക് ആ കിണറൊന്ന് കിട്ടണല്ലോ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പോയിട്ട് ചോദിച്ചു, ആ ജൂതന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, കിണർ നിങ്ങൾ വിൽക്കോ, ഞാനത് മേടിച്ചോളാം. അപ്പൊ അയാള് പറഞ്ഞു, ഏയ് വിൽപ്പനക്കില്ല. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു എന്നാ പാതി വിൽക്കോ, ഒരു ദിവസം ഒന്നരാടം, ഒരു ദിവസം ഞാൻ എടുക്കാം വെള്ളം, ബാക്കി ദിവസങ്ങൾ കച്ചവടം ചെയ്തോ, അങ്ങനെ ആക്കിയാലോ എന്ന് വെച്ചു. അപ്പൊ സമ്മതിച്ചു, എന്നാ പിന്നെ അങ്ങനെ ആക്കാന്നാണ്. അപ്പൊ കുറച്ച് കച്ചവടമായി, ബാക്കി മുപ്പർക്ക്. അങ്ങനെ ചെയ്തപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദിവസമാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു മുത്തുനബിനോട്, നബിയെ സ്വഹാബത്തിനോട് എല്ലാവരോടും വരാൻ പറയും, എന്റെ ദിവസത്തിൽ എല്ലാവരും വെള്ളം എടുത്തോ, ക്യാഷ് ഒന്നും തരണ്ട, പകുതി എന്റേതാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഊഴം വരുന്ന ദിവസത്തിൽ മദീനത്ത് എല്ലാവരും 2 ദിവസത്തേക്കുള്ള വെള്ളം ശേഖരിച്ചു. അപ്പൊ പിറ്റേ ദിവസം ജൂതന്റെ കച്ചവട സമയത്ത് കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആയപ്പോ ജൂത ആകെ കുടുങ്ങി. അപ്പൊ അയാൾ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇത് ഈ സംഗതി ശരിയാവില്ല, ഇത് മുഴുവൻ അതിനെടുത്തോളിയാണ്. അപ്പോ 36,000 ദിർഹമിനെങ്ങാനും ആ കിണർ ഇങ്ങോട്ട് മേടിച്ചിട്ട് മുത്തുനബിന്റെ അടുത്ത് വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ, നബിയെ ഞാനിത് മേടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ, ആർക്കാച്ചാ കൊടുത്തോളി എന്നാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, സ്വതക്കയാണ്, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്, ആർക്കാച്ചാ കൊടുത്തോളി. മദീനത്തിൽ മുഴുവൻ ഉപയോഗിക്കട്ടെ, 5 പൈസ വേണ്ടതാണ്. ഇതാണ് മഹാന്മാരെ സ്വതക്ക, ഇത് മഹാന്മാരെ സേവന, ദീനിന് വേണ്ടി ഉണ്ടായ സേവനം. അല്ലാഹു തആല അവരൊക്കെ ബറക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ചെയ്യുന്ന ചെറുതും വലുതുമായ സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ആളുകളുടെ മുമ്പിൽ പ്രശസ്തിക്കോ പേരിനോ പെരുമക്കോ വേണ്ടിയുള്ള അമലുകളാക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, നിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള സ്വതക്കകളും ദാനധർമ്മങ്ങളും ആക്കിത്തരണേ.